ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പരാതി നൽകാനുണ്ടായ കാലതാമസം കണക്കിലെടുത്താണ് നടപടി. ഫേസ്ബുക്ക് പോസ്റ്റിടാൻ ധൈര്യമുണ്ടായ പരാതിക്കാരി എന്തുകൊണ്ട് പോലീസിനെ സമീപിച്ചില്ല എന്ന് സുപ്രീം കോടതി ചോദിച്ചു. ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ ഉടൻ ജാമ്യം നൽകണമെന്ന് കോടതി വ്യക്തമാക്കി. പാസ്പോർട്ട് വിചാരണ കോടതിയെ സമർപ്പിക്കണമെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നുമുള്ള നിബന്ധനകൾക്ക് വിധേയമായാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. മുൻകൂർ ജാമ്യത്തിന് മറ്റ് വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ വിചാരണ കോടതിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞു. 2016 നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് 2024 ഓഗസ്റ്റിലാണ് പരാതി നൽകിയതെന്നും ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുമായിരുന്നു സിദ്ദീഖിന്റെ വാദം. അമ്മയും WCCയും തമ്മിലുള്ള തർക്കമാണ് പരാതിക്ക് പിന്നിലെന്നും സിദ്ദിഖ് വാദിച്ചു. എന്നാൽ 2016 ഒരു സിനിമയുടെ പ്രിവ്യൂവിനായി നീള തിയേറ്ററിലേക്ക് പരാതിക്കാരിയെ സിദ്ദിഖ് ക്ഷണിക്കുകയായിരുന്നുവെന്ന് സർക്കാർ അറിയിച്ചു. യുവതി രക്ഷിതാക്കൾക്കൊപ്പമാണ് പ്രിവ്യൂവിന് പോയതെന്നും ഇത് പ്രതിയുമായി മുൻപരിചയമുണ്ടെന്നും സൂചിപ്പിക്കുന്നതായും കോടതി ചൂണ്ടിക്കാട്ടി. 2024 ഓഗസ്റ്റിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പരാതിക്കാരിക്ക് ധൈര്യമുണ്ടായതെന്ന വാദവും സർക്കാർ ഉന്നയിച്ചു. എന്നാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടായിരുന്നോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. സംഭവം നടന്ന് 8 വർഷത്തിനു ശേഷമാണ് ഇര നൽകിയ പരാതിയെന്ന് ജസ്റ്റിസ് ത്രിവേദി ചൂണ്ടിക്കാട്ടി. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രഞ്ജിത് കുമാറും വിശദീകരിച്ചു. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.